ഹായ്, ഇന്ന് രാത്രിയായപ്പോഴേ പുറത്തുനിന്ന് ഇച്ചയും വന്നപ്പോൾ കുറച്ച് നല്ല ഫ്രഷ് നത്തോലിയും കൊണ്ടുവന്നേ. ക്ലീൻ ചെയ്യാൻ ഇരുന്ന് തുടങ്ങിയപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പൊ കറണ്ട് ഇല്ല, പണി കിട്ടി, ഇച്ചിരി കഷ്ടപ്പെടുക കേട്ടോ. നല്ല ഫ്രഷ് ആയതുകൊണ്ട് ഇപ്പൊ തന്നെ വെച്ചാൽ അതിന്റെ ടേസ്റ്റ് ഉണ്ടാവും എന്നോർത്ത്. നല്ല ചൂടയാണേ, കണ്ടോ, ചെറിയ നല്ല ചൂട. കൊണ്ടിരുന്ന സമയത്ത് കറണ്ട് ഇല്ലായിരുന്നു, ഇപ്പൊ പച്ചമാങ്ങയാണ് ഇടുന്നത്. അധികം പുളിയില്ല, അതുകൊണ്ട് കുറച്ച് ഇടുന്നുണ്ട്. നല്ല സവോള, ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത്, ചെറുതെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തത്. പച്ചമുളകിന്റെ എരിവാണ് ഈ കറിക്കുള്ളത്, അതുകൊണ്ടാണ് ഇത്രയും പച്ചമുളക് ഇട്ടിരിക്കുന്നത്. കുറച്ച് കരിവേപ്പിലയും കൂടി ഇടുവാണേ, മാത്രം ഇച്ചിരി മുളക് പൊടിയെ, ഇത്രയും മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പച്ച വെളിച്ചെണ്ണ. ഞാൻ കൈ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇത് കൈ വെച്ച് ഞെരടണേ. ഞെരടി ഇതിനെ എല്ലാം കൂടെ യോജിപ്പിക്കണം, എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവൂ. നല്ല ടേസ്റ്റ് ആയിരിക്കും. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചൂട ഇട്ട് കൊടുക്കാമേ. ഇത് നമ്മൾ നേരത്തെ തേങ്ങായും അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാത്രമാണ്. അത് കഴുകി കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാമേ. എന്നിട്ട് ഇതിനെയും കൂടെ ഒന്ന് യോജിപ്പിക്കണേ. ഇനി ഒന്ന് യോജിപ്പിച്ച് തട്ടി പൊത്തി കുറച്ച് അതേ വെള്ളം തന്നെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചോളൂ. നമ്മുടെ കൈ കഴുകി കുറച്ച് വെള്ളം. നമ്മുടെ നത്തോലി പീര നന്നായിട്ട് വറ്റിയിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് പീര ആയിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കരിയാപ്പല ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഞെരടിയിട്ട് കുറച്ച് കരിയാപ്പല 1 2 3 ഇല ഒന്ന് ഇട്ട് കൊടുക്കാമേ. റെഡി ആയി കഴിഞ്ഞു കേട്ടോ. നല്ല നത്തോലി തോരൻ കേട്ടോ, നല്ല ടേസ്റ്റാണേ. നിങ്ങളെല്ലാവരും ഈ രീതി തയ്യാറാക്കി നോക്കണേ. നത്തോലി തോരൻ റെഡിയായി. എല്ലാവരും പച്ചമാങ്ങയിട്ട് വെക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.